ഹായ്, ഇന്ന് നമുക്ക് ലക്ഷ്മിയുടെ വീട്ടിൽ പോയാലോ? പോകാൻ കരുതിയിട്ട് കുറേ കാലങ്ങളായി, പക്ഷെ ഇന്നാണ് ഞങ്ങൾക്ക് സാധിച്ചത്. ഇന്ന് എനിക്ക് നൈറ്റ് ഓഫ് ഉള്ള ദിവസമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. 2 ഇങ്ങനെ പറയണ കേട്ടില്ലേ, ഇതിന് കാരണം ഞാൻ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേന് എങ്ങനെ പോയാലും ഒരു 8:30 ആയിട്ടുണ്ടാവും. പിന്നെ 8:45 ട്രെയിന് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി പിടിച്ചിട്ട് അവിടെ എത്തണ്ടേ, അതുകൊണ്ട് ആ ട്രെയിൻ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് നോക്കിയപ്പോൾ 9:30 ആ ടൈമിൽ എന്തോ ട്രെയിൻ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൗത്ത് നിന്ന് ഊബർ വിളിച്ച് അവിടെ എത്തിയപ്പോഴത്തേന് ആ ട്രെയിനും പോയി. പിന്നെ ഞങ്ങൾ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുത്തു, ബസ് പോവാണ്. അങ്ങനെ ബസ്സിന് കാത്തിക്കണ സമയത്താണ് എന്നെ കടന്ന് നോക്കണത് കേട്ടോ. പിന്നെ ഒരു കണക്കിന് ലക്ഷ്മിയുടെ വീട്ടിലെത്തി. ലക്ഷ്മിയുടെ വീടാണെങ്കിൽ കൊല്ലത്താണ് കേട്ടോ. എന്താ ഞങ്ങൾക്ക് ലെക്സിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവളെ ഊക്കി ഊക്കി കൊന്നില്ലാന്നേ ഉള്ളൂ. ഇല്ലായിരുന്നു അല്ലേ? പപ്പടം ഇഷ്ടമല്ല, അവിടെ പപ്പടം ഇഷ്ടമല്ല, ഇവർക്ക് പൊതിച്ചോറ് ഇഷ്ടമല്ല, പൊറോട്ട ഇഷ്ടമല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബർ ഹായ് ഗായ്സ്, അപ്പം ഞങ്ങൾ എവിടെ പോകണത്? മൺട്രോത്തുരുത്ത് കയാക്കിൻ്റെ. യെസ് ഗായ്സ്, മൺട്രോത്തുരുത്ത് പോവാണ്. സോ ഐ ആം സോ എക്സൈറ്റഡ്. യു ഓൾസോ? ലാനോ എവ്രി വൺ. കുറേ പേരുണ്ട് ഗായ്സ്. ബാക്കിലൊക്കെ നോക്കാം. ഓക്കെ ബൈ. നടക്കൂ നമുക്ക് ബാക്ക് പോവാടി. മൂഞ്ചല് ഞാൻ പറയാം, ഇവിടെ നിന്ന് ഇറങ്ങി 3 വണ്ടിയുണ്ട്. ഒരു വണ്ടിയുടെ വണ്ടി ഓടിക്കും കഴിച്ചോണ്ട്. അതെന്താണ്? ഒന്നും കൂടി ഞങ്ങൾ മൺട്രോത്തുരുത്ത് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു 4:30 ഇറങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട്, അതായത് വണ്ടി പഞ്ചറായി, അങ്ങനെ കുറേ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക 5:30 ഇറങ്ങണത്. 5:30 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 50 മിനിറ്റ് അത്ര സംതിങ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ലക്ഷ്മിയെ കാണാനില്ല. ലക്ഷ്മി വണ്ടി ഓടിച്ച് വേഗം പോയി കാണിച്ചു. കാരണം പഞ്ചർ ആകെ മൂഞ്ചിയിലാണ് ഇപ്പോഴേ. രാവിലെ ഇപ്പോഴും ഒക്കെ ആകെ ഇതായി. അതാണ് ഇപ്പോൾ സീൻ. എന്തായാലും നമുക്ക് മൺട്രോത്തുരുത്ത് എത്തണം. ഞങ്ങൾ വാശിയിലാണ്. പരീക്ഷണങ്ങൾ കടന്നു. ഇപ്പോൾ ലക്ഷ്മീനെ കാണില്ല, വിഷ്ണുചേട്ടനെ കാണുന്നുണ്ട്. ഇവരൊക്കെ എവിടെ പോകുന്ന അപ്പം നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗായ്സ്. അത് നോക്കാം ഗായ്സ്, എന്ത് രസമാണ്. സൂര്യൻ പോയി. യെസ് ഗായ്സ്, അപ്പം നമ്മൾ ഹയാക്കിന് പോവാണ്. താങ്ക് യു ചേട്ടാ. ഇടും ഇത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. എവിടെ സമയമുണ്ട്. അടി കുറച്ച് വെള്ളം വന്ന് അടി എനിക്കൊന്ന് തരുമോ? കയ്യിൽ വെക്കാനല്ലേ?
എനിക്ക് നിന്നൊക്കെ അറിയേ, നിങ്ങൾക്കല്ലേ നിന്നൊക്കെ അറിയത്തോ? വിഷ്ണു ചേട്ടാ ഓക്കെ. ഞാനവിടെ കയറും. ഇങ്ങോട്ടോ അശ്വതി എന്നാ ഫോൺ പിടിച്ച ഓടണം. സോ ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. ഇതിലൂടെ ക്രോസ്, അതിന് നടുവിൻ്റെ ഇതിലൂടെ ക്രോസ് ചെയ്തിട്ടേ അതിൻ്റെ ഇത് കൂടി പോവാം ഗൈസ്. എന്നാ അക്ഷതി കൃഷ്ണ ഞാൻ കുഴണില്ല ഗൈസ്, കാരണം എനിക്ക് ചത്തില്ലാന്നേ ഉള്ളൂ, അത്രയും ക്ഷീണം. എവിടേക്ക് എവിടെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പോലീസ് വരുന്നു, അപ്പൊ കൊണ്ട് പേടിയാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പോവാണ്. പിടിച്ച് ടാറ്റ. എന്താ ഞങ്ങളുടെ കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു അവളെ സേഫ് ആക്കി കൊണ്ടുവന്നു. ഞങ്ങളെ കയാക്കിങ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര അടിപൊളിയായിരുന്നു. അന്നെപ്പോഴും ടീച്ചറിന് ഇന്നെപ്പോഴും എന്തൊക്കെ കാട്ടിയാന്ന് നമുക്ക് കൊല്ലം കണ്ടോനി അതുപോലെ ഇരിക്കണം. അങ്ങനെ ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞ് രണ്ടാമത്തെ ഡേ സാമ്പ്രാണിക്കുടിക്കാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് കേട്ടോ. ഇന്നലെ മിസ് ചെയ്ത സീനറീസ് ഒക്കെ ഒന്ന് കാണാൻ പോവാണ്. പണ്ടോത്തൂർത്ത് പോയി ആടപടലം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, തീർത്തൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഒരു സംക്രാണിക്കൊടി വെച്ചിട്ട് മാങ്ങ പൈനാപ്പിളൊക്കെ തരാം. ഇങ്ങോട്ടൊക്കെ വായ, ഇങ്ങോട്ടൊക്കെ വായ. ഞങ്ങള് ജോലി എറണാകുളത്ത്. എന്ത് ജോലി? ഹോസ്പിറ്റലാ. ഇവിടെ കാണാനേ ഒടുക്കത്തെ ഭംഗിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടായിരുന്നേ. ഇവിടെ നിന്നാണെങ്കിൽ പോരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം നല്ല പീസ്ഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ 6 മണിക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.